അന്നത്തെ ദിവസം സംഭവിച്ചതിനെ പറ്റി ഓർത്തപ്പോ എന്തൊക്കെയോ കുഴപ്പങ്ങളുള്ളതുപോലെ എനിക്ക് തോന്നി. അതുപോലെ അങ്ങേരുടെ നാവിതൊന്നും പുറത്തു വരാതിരിക്കാൻ വേണ്ടി ഇവിടെ ചിലരൊക്കെ അയാളുടെ വായ മൂടിക്കെട്ടിയത്. അതിന്റെ കാരണം ആ സമയത്ത് തന്നെ എല്ലാരും പറഞ്ഞായിരുന്നല്ലോ. ഓ പറഞ്ഞു. അങ്ങനെ പറഞ്ഞെങ്കിലും അത് അത്രത്തോളം വിശ്വസിക്കാൻ പറ്റിയിട്ടില്ല. ഇനിയിപ്പോ എന്റെ അച്ഛനെ കുറിച്ച് അയാൾ വായി തോന്നിയതൊക്കെ വിളിച്ചു പറഞ്ഞു തന്നെ ഇരിക്കട്ടെ. അത് കേൾക്കാൻ ഞാൻ തയ്യാറാണെങ്കിലോ പിന്നെന്താ കുഴപ്പം? എന്റെ അച്ഛൻ തലയ്ക്ക് വെളിവില്ലാതെ സംസാരിക്കുന്നത് കാണാൻ എനിക്ക് ബുദ്ധിമുട്ടാ. അതുകൊണ്ടാ ഞാൻ വരുന്നില്ല എന്ന് പറഞ്ഞത്. എന്നാ പിന്നെ സമയം കിട്ടുമ്പോ ഞാൻ പോയി കണ്ടോളാം. അയ്യോ, അതിനൊന്നും ആവശ്യമില്ല. മുത്തശ്ശിക്ക് ഇഷ്ടല്ല. പക്ഷേ എന്റെ അച്ഛനെ കുറിച്ച് അയാൾ എന്താ സംസാരിക്കുന്നെന്ന് എനിക്കറിയണല്ലോ. അത് നല്ലതായാലും മോശമായാലും അങ്ങനെ പറയുന്നതിന്റെ കാരണം കണ്ടെത്തണം. സമയം കിട്ടുകയാണെങ്കിൽ പുറത്തു പോയിട്ട് തിരിച്ചു വരുന്ന വഴിക്ക് ചിലപ്പോൾ നിന്റെ വീട്ടിൽ കയറി അച്ഛനെയും കണ്ടിട്ടേ വരത്തുള്ളൂ. അല്ല, എന്താണ് അമ്മായിച്ചനെ മരുമോൻ കണ്ടാല് എന്തേലും ഭൂകമ്പം നടക്കുമോ? എന്റെ അച്ഛന്റെ ആത്മാവ് അയാളുടെ ശരീരത്തിൽ കയറിയപ്പോ അയാൾ എന്തെങ്കിലും സത്യങ്ങൾ വിളിച്ചു പറയാൻ തുടങ്ങിയോ? എന്ത് സത്യം?